നൂറുകണക്കിന് മലയോര കുടുംബങ്ങൾ അധിവസിക്കുന്ന പെരുവന്താനം അഴങ്ങാട് റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. ദേശീയപാതയിൽ പെരുവന്താനത്ത് നിന്ന് തുടങ്ങി ആനച്ചാരി വഴി അഴങ്ങാടിനുള്ള റോഡാണിത്. ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും മോശമായ റോഡുകളിൽ ഒന്നാണിതെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ തകരാത്ത ഒരു ഭാഗവും ബാക്കിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ഓട്ടോ ടാക്സി സർവീസുകളാണ്. 15 മിനിറ്റ് കൊണ്ട് ഓടിയെത്തേണ്ട സ്ഥലത്ത് 2 മണിക്കൂർ വേണം ഓടിയെത്തുവാൻ. മാത്രമല്ല, ഓടിക്കിട്ടുന്ന കാശിന്റെ ബാക്കി കൂടിയിട്ട് വാഹനം വർക്ക്ഷോപ്പിൽ കയറ്റണമെന്നാണ് വാഹന ഡ്രൈവർമാർ പറയുന്നത്. ഈ റോഡൊരു 3-4 വർഷമായിട്ട് വണ്ടി ഓടിക്കാൻ യാതൊരു വിധത്തിലും പറ്റത്തില്ലാത്തൊരു കണ്ടീഷനാണ്. കുറേ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന അവിടെ ഒത്തിരി ആൾക്കാർ ഈ 2 വർഷം മുമ്പുള്ള പ്രളയം വന്നപ്പോഴത്തേന് ഈ റോഡെല്ലാം മോശമായി. അവർക്ക് സ്ഥലം കച്ചവടം ചെയ്യാനും മേലാത്ത വൃത്തിയായി ജീവിക്കാനും മേലാത്ത അവസ്ഥയാണ്. കാട്ടുപന്നിയുടെ ശല്യമുണ്ട്, കുരങ്ങിൻ്റെ ശല്യമുണ്ട്. അങ്ങനെ അവരുടെ പറമ്പിലുണ്ടാകുന്ന ഒരു ആദായങ്ങളും എടുക്കാൻ മേലാത്തൊരു അവസ്ഥ വന്ന് തന്നെ അവരെല്ലാവരും ഒരു 50% ആൾക്കാർ ഇവിടുന്ന് മാറിപ്പോയിട്ട് വാടകയ്ക്കൊക്കെ താമസിക്കണം. ഓരോ സ്ഥലത്തും പോയി അവരുടെ വസ്തുവകളെല്ലാം ചുമ്മാ കടന്നു പോവുക. പിന്നെ ഈ കുറച്ച് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ റോഡിട്ട് ഇത് നന്നാക്കുന്നുമില്ല. ഈ കഴിഞ്ഞ വർഷം പെരുവന്താനം സഹകരണ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് MLAയുടെ 1 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഈ റോഡിന്. പെരുവന്താനം മുതൽ അഴങ്ങാട് വരെ, അഴങ്ങാട് മുതൽ മേലോരം വരെയുള്ള അതിൻ്റെ പാച്ച് വർക്കും അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി യാതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ പെരുവന്താനത്തിൽ 10-40 ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. ഞങ്ങളുടെ വണ്ടിക്ക് എല്ലാ മാസവും പണിയാകുന്നതല്ലാതെ യാതൊരുവിധ മാർഗവും ഞങ്ങൾക്കില്ല. കാരണം ആകപ്പാടെ ഞങ്ങൾക്ക് കുറച്ച് ഓട്ടമുള്ളത് ഈ കൈ റോഡുകളിലാണ്. അതിൽ കൂടുതലും അഴങ്ങാട്, ആനയാരി, മേലോരമാണ് ഓട്ടമുള്ളത്. ഇതിലെ ഒരു ദിവസം ഒരു 2 ട്രിപ്പ് ഈ കൂടുതൽ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കടന്നു പോകും. അത് ഒരവസ്ഥയാണ്. അതുപോലെ റോഡ് മൊത്തം ഈ 10 കിലോമീറ്ററും ഒരു ശകലം പോലും ഇല്ലാതെ പോയി കിടക്കണേ. 10 മീറ്റർ പോലും നല്ല റോഡില്ല നമുക്ക് ഓടാൻ പറ്റുന്നത്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഈ 3-ാം വാർഡ് മെമ്പറുടെ ഫണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആനയാരി വരെയുള്ള കുറച്ച് ഭാഗത്ത് മെയിൻ്റനൻസ് പണികൾ ചെയ്തായിരുന്നു. പാച്ച് വർക്ക് ചെയ്തതല്ലാതെ ഈ റോഡിന് പണിതിട്ട് കുറേ കാലങ്ങളായി. ആ പാച്ച് വർക്ക് ചെയ്തതും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം അന്നേരെ പോയി. കാരണം ഇവർ കൃത്യമായിട്ട് മഴ പെയ്യുന്ന സമയത്തെ റോഡിൻ്റെ പണി ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അത് ചെയ്തൊരു 10 ദിവസം കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. ഇപ്പോൾ ഇവിടുന്ന് മേലോരം വരെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ല 25 മിനിറ്റ് കൊണ്ട് നമുക്ക് പോകാവുന്ന ആ റോഡ് 1 മണിക്കൂർ കൊണ്ടും പോയി വരികയില്ല. അത്രയ്ക്കും ദുർഘടമായ റോഡാണ്. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുക. ഒരു കണ്ടീഷനാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയില്ലാത്ത ആൾക്കാർക്ക് ഓട്ടോ വിളിക്കാതെ മാർഗ്ഗമില്ല. നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാർ ഒരുമാതിരിപ്പെട്ടവരാരും പോകില്ല. കാരണം അതുപോലെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പോയിച്ചു തരാൻ. പിന്നെ ഞങ്ങൾക്ക് നിവൃത്തികേടുകൊണ്ട് വേറെ ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചാൽ പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ദൂരെന്ന് വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കും നിങ്ങളെങ്ങനെ ഈ റോഡെ ഓടുന്നതെന്ന്. അതുപോലത്തെ ബുദ്ധിമുട്ടാണ്. അവർക്ക് തന്നെ കാണുമ്പോൾ അറിയാം. പക്ഷേ ഞങ്ങളുടെ നിവൃത്തികളുകൊണ്ട് ഞങ്ങൾ ഓടുകയാണ്. അതുപോലെ ബുദ്ധിമുട്ടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിന് വേണ്ട ഒരു തീരുമാനം എടുക്കുകയോ ഒരു കാര്യങ്ങളും നാട്ടുകാർക്ക് വേണ്ടി ചെയ്തു തരുന്നുമില്ല. റോഡിന്റെ ഒട്ടുമിക്ക ഭാഗവും ടാറിംഗ് പൂർണ്ണമായും തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. 100 കണക്കിന് ആളുകളും സ്കൂൾ വാഹനങ്ങളും KSRTC ബസ്സും ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പ്രദേശവാസികൾ നിരവധി തവണ പഞ്ചായത്തിനെയും ജനപ്രതിനിധികളെയും സമീപിച്ചെങ്കിലും ഇവരാരും ഇങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കാൻ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. റോഡിന്റെ പല ഭാഗങ്ങളിലും സംരക്ഷണ ഭിത്തി തകർന്ന നിലയിലാണ്. റോഡിന്റെ വശങ്ങളിൽ കല്ലും മണ്ണും കൂടിക്കിടക്കുന്നതും കാട് വളർന്നു നിൽക്കുന്നതും ഓടകളുടെ അഭാവവും മൂലം മഴ പെയ്യുമ്പോൾ റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകുകയാണ്. ഇത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. വീതി വളരെ കുറവായ റോഡിലൂടെ ഒരു വാഹനത്തിന് മാത്രമാണ് കടന്നു പോകുവാൻ കഴിയുന്നത്. ഇത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തകർന്നുകൂടി കിടക്കുന്നതോടെ പ്രദേശത്തുകൂടിയുള്ള യാത്ര അതീവ ദുഷ്കരമാണ്. പെരുവന്താനം ആനചാരി അഴങ്ങാട് റോഡിന്റെ പല ഭാഗങ്ങളിലും ആവശ്യത്തിന് കലുങ്കുകൾ ഇല്ലാത്തത് മൂലം മഴ പെയ്യുമ്പോൾ റോഡിൽ വലിയ ജലപ്രവാഹമാണ് ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും അപകടങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ മഴക്കാലങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. മലയോര ജനതയുടെ ആശ്രയമായ ഈ റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ മേഖലയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്.